ആ നാത്തൂനെ, വടക്കേ പറമ്പിലെ രമേശേച്ചി അഞ്ജനൊരു കല്യാണാലോചന പറഞ്ഞായിരുന്നു. അത് ശരി. അമ്മ ഈ ലോകത്തുള്ള എല്ലാവരോടും എനിക്ക് ചെറുക്കൻ അന്വേഷിച്ച് നടക്കണോ? അത് ഞാൻ കഴിഞ്ഞ മാസം അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ ചേച്ചി നിന്റെ കല്യാണ കാര്യം ചോദിച്ചു. അപ്പോ ആരെങ്കിലും ഉണ്ടോന്ന് പറയാനേ പറഞ്ഞുള്ളൂ. എന്നിട്ട് അവരെന്തു പറഞ്ഞു? നല്ല ആലോചനയാണോ? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇല്ല, നിന്റെ കല്യാണ കാര്യം കഴിഞ്ഞിട്ടേ ബാക്കിയെല്ലാം ഉള്ളൂ. ചേച്ചി പറഞ്ഞ ആലോചന കൊള്ളാന്ന് തോന്നുന്നു. പയ്യൻ പഞ്ചായത്തിലെ ക്ലർക്കാ. പിന്നെ വീട്ടിലും അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ 50 പവനാ അവര് ചോദിക്കുന്നത്. അയ്യോ, ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വിലക്ക് 50 പവൻ എന്നൊക്കെ പറഞ്ഞ എത്ര രൂപ വേണം? അതാ എനിക്കും ടെൻഷൻ. പിന്നെ ഒരു വഴിയുള്ളത് അഷിതയാ. അവള് വിചാരിച്ചാ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? അവൾ എന്ത് ചെയ്യാനാ? കല്യാണം കഴിഞ്ഞിട്ട് അധികം ഒന്നും ആയില്ലല്ലോ. പോരാത്തതിന് ഇത്തിൽക്കണ്ണി പോലെ ദുർഗം കയറി കൂടിയിട്ടുണ്ട്. അതിനിടയിൽ നമ്മൾ എങ്ങനെ സഹായം ചോദിക്കും? ഇല്ലാത്ത കാശുണ്ടാക്കി കല്യാണം നടത്തിയിട്ട് അവസാനം അയാളെ സ്വർണം മുഴുവൻ എടുത്ത് എന്നെ കൊന്നു കളഞ്ഞ ഞാൻ എന്ത് ചെയ്യും? കാശൊന്നും വാങ്ങാതെ കെട്ടാൻ പറ്റുന്നവ എന്നെ കെട്ടിയാ മതി. നോക്കിയിരുന്നോ, ഇപ്പൊ വരും. അല്ല പിന്നെ നീ എന്താ പ്രതി ഇത്രയും വൈകിയത്? സാറൊന്ന് വരുന്ന പറഞ്ഞല്ലേ? ഞാനിപ്പോ ഒന്ന് പുറത്തിറങ്ങാൻ പെടുന്ന പാട് എനിക്കറിയാം. നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് വെറുതെ ഉത്തരവിട്ടാ മതിയല്ലോ. നീ ഇതുവരെ മേനോനെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ? ഇല്ല. ഇന്ന് കാണാം. മേനോ സാർ വന്നു. ഹായ് മൈ ഡിയർ പാർട്ട്നേഴ്സ്. നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ ഈ മാസ്കും ഗ്ലാസും ഒന്നുമില്ലാതെ എന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാവുന്ന രീതിയിൽ വന്ന് നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ അപ്പോഴാണ് ഒരു ഇൻഫർമേഷൻ കിട്ടിയത്. കൂട്ടത്തിലെ ഒറ്റുകാരൻ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും പോലീസിൽ അറിയിക്കുന്നുണ്ട് എന്ന്. എനിക്ക് സംശയം പൃഥ്വിയായിരുന്നു. ഇവനെ ഏൽപ്പിക്കുന്ന എല്ലാ ജോലികളും ഫെയിലായി നഷ്ടങ്ങൾ വന്നുകൊണ്ടിരുന്നു. പക്ഷേ അതൊന്നും അവന്റെ തെറ്റായിരുന്നില്ല എന്നെനിക്കിപ്പോ വിശ്വാസമായി. ഞാനല്ല. കൂടെ നിന്ന് ഒറ്റുന്നവനെ ഒറ്റുകാരനെന്നല്ലാതെ പിന്നെ എന്താ വിളിക്കേണ്ടത്? നിനക്കുള്ള സമ്മാനം കയ്യോടെ തന്നെ തരണ്ടേ? അല്ലെങ്കിൽ പിന്നെ മോശമായി പോയില്ലേ? എന്ന് വിവരക്കേട് ഇവിടെ പറയുന്നേ. ഇവളെല്ലാം കൊളാക്കൂല്ലോ. അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. നമ്മളിപ്പോ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ വലിയ പ്രശ്നമാവും. ചേച്ചി ചോദിച്ച പണം. ഞാൻ നിന്നോട് പണം ചോദിച്ചില്ലല്ലോ അശ്വതേ. പിന്നെ നീ എന്തിനാ ഇത്ര വലിയൊരു നാടകം കളിക്കുന്നെ? നാടകം കളിക്കുന്നെന്നോ? ആര്? ഞാനോ? പറയാനുള്ളതെല്ലാം നിങ്ങൾ പറഞ്ഞിട്ട് ഇപ്പൊ എന്നെ കുറ്റം പറയുന്നോ? അശ്വത, മതി, നിർത്ത്. പൂർണിമയോട് ഈ വീട്ടിൽ ആരും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. അതെ, ഇത് ഭയങ്കര കഷ്ടമായി പേക്ഷിത്. പക്ഷേ മതി, നിർത്ത്. മൂത്തവരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? നീ പണം ചോദിച്ചു ഇതിനായിരുന്നെങ്കിൽ ഞങ്ങൾ കൊണ്ടുവരില്ലായിരുന്നല്ലോ. അമ്മ എന്തറിഞ്ഞിട്ടാ? ഇവരെന്നെ മാത്രമല്ല നമ്മുടെ കുടുംബത്തെ മൊത്തം അപമാനിച്ചേ. അശ്വത, വേണ്ട. നിനക്ക് തോന്നുന്നത് പോലെ ഓരോന്ന് വിളിച്ച് പറയരുത്.
ഞാൻ പറഞ്ഞത് ആ ഒരു അർത്ഥത്തിലേ അല്ല. നീ പൃഥ്വിയോട് പോലും പറയാതെ പണം ചെലവഴിച്ചതിനെയാണ് ഞാൻ തെറ്റാണെന്ന് പറഞ്ഞത്. ഒരു വീടായാല് ചില അടുക്കും ചിട്ടയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അനാവശ്യ ചെലവുകൾ വേണ്ടാന്ന് ഞാൻ പറഞ്ഞത്. അതിനെയാ നീ ഇങ്ങനെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്. പൂർണിമയുടെയും ഭാഗത്ത് തെറ്റുണ്ട്. എടുത്തടിച്ചതുപോലെ പറയാതെ സാവകാശം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു. അതെങ്ങനെയമ്മേ? ഇവരോരോന്ന് പറയും, കുറച്ചു കഴിയുമ്പോ ഇവര് തന്നെ മാറ്റി പറയും. ചേച്ചിയുടെ മനസ്സിലിരിക്കുന്ന അർത്ഥം ഞാൻ എങ്ങനെ അറിയും? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? ഇതൊക്കെ ആരെങ്കിലും കേട്ട നാണക്കേടാവും. നാണക്കേട് എനിക്കും ഉണ്ട്. ഇപ്പോഴും ഇവര് പറഞ്ഞ വാക്കുകളെ എന്റെ ചെവിയിൽ മുഴങ്ങുക. എനിക്ക് സമാധാനം കിട്ടണമെങ്കിൽ ഇവർ ഈ പണം വാങ്ങണം. ദാ വാങ്ങ്. അഷിത, മതിയാക്ക്, നിർത്ത്. പ്രശ്നം വെറുതെ വലുതാക്കരുത്. നിങ്ങളിപ്പോ ഇത് വാങ്ങുന്നുണ്ടോ ഇല്ലയോ? മൂക്കണം. അഷിത, മതി. അശി വേണ്ട.